എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡ്ഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടെസ്റ്റിംഗ് ബഡ്ഡി യൂട്യൂബ് ചാനൽ കോർഡിനേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിംഗിലേക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ട്രെയിനിങ്ങിൻ്റെ സിലബസിൽ മെയിനായിട്ട് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് സെലീനിയം, റെഡ്മൈൻ, SQL, കട്ടലോൺ, ജിറ, സെലീനിയം ID, ജാവ, JMeter, ടെസ്റ്റിംഗ് എന്നിവയാണ്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ നമ്പറിൽ വിളിക്കുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞത് ഡ്രോബാക്സ് ഓഫ് മാനുവൽ ടെസ്റ്റിംഗ് എന്നുള്ളതാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന എല്ലാവരോടും ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന്. കാരണം ഇന്ന് എല്ലാ കമ്പനികളും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാനുവൽ ടെസ്റ്റിംഗിൽ നിന്ന് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിലേക്ക് അവർ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, ചൂട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ ഒബ്വിയസ്ലി അത് മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ കുറേ ഡ്രോബാക്സ് കാരണമാണ് നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിങ് പ്രിഫർ ചെയ്യുന്നത് കമ്പനികൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒബ്വിയസ്ലി അപ്പോൾ എന്താണ് കമ്പനികൾ ഇൻ്റർവ്യൂവിൽ എന്താണ് മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ ഡ്രോബാക്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ പറയാൻ വേണ്ടി 5 പോയിന്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ്. നമുക്കറിയാം മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ലോഗിൻ ചെയ്യണമെന്നത് യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുന്ന ഒരു ടെസ്റ്റ് കേസ് ആണെങ്കിലും ടെസ്റ്റ് സെനാരിയോ ആണെങ്കിൽ തന്നെ വളരെ തൗസൻഡ്സ് ഓഫ് അല്ലെങ്കിൽ എത്രയോ കൂടുതൽ ലോഗിൻ ചെയ്യണം, അത്രയും നല്ലതാണ് യൂസർ ക്രെഡൻഷ്യൽ യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്രയും തവണ നമ്മൾ ഓരോ ഇൻപുട്ടിനും ഓരോ യൂസർ ക്രെഡൻഷ്യൽസിനും ലോഗിൻ ക്രെഡൻഷ്യൽസിനും നമ്മൾ ഓരോ ടെസ്റ്റ് കേസായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. ഓരോന്നും സെപ്പറേറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും മാനുവലായിട്ട്. അപ്പോൾ അത്രയധികം ടൈം കൺസ്യൂമിങ്. ടൈം കൺസ്യൂമിങ്ങിൻ്റെ കൂടെ എന്താണ്, എത്ര ടൈം കൺസ്യൂമിങ്ങും അതിൻ്റെ കൂടെ അത്രയും ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ ഉപയോഗിക്കുകയാണ്, ടൈം ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, കോസ്റ്റ് എക്സ്പെൻസീവായി മാറുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ്സ് എറർ പ്രോൺ. അതായത് മാനുവൽ ടെസ്റ്റിംഗ് ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സിൻ്റെ ആക്യുറസി, അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ സിറ്റുവേഷൻസ്, ഇതെല്ലാം ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ആക്യുറസി കുറയാനും എറർ കൂടാനും ചാൻസ് കൂടുതലാണ്. അടുത്ത പോയിന്റ് എന്താണ്? ലിമിറ്റഡ് സ്കോപ്പ് ഫോർ ടെസ്റ്റിംഗ്. നമ്മുടെ സ്കോപ്പ് ഓഫ് ടെസ്റ്റിംഗ് മാനുവൽ ടെസ്റ്റിംഗ് വളരെ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു റിഗ്രഷൻ ടെസ്റ്റിംഗ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോലത്തെ ഒരു ആപ്ലിക്കേഷനിൽ ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു വീഡിയോ കോളിൻ്റെ ഒരു ഓപ്ഷനാണ് പുതിയതായിട്ട് വന്ന ഫീച്ചർ എന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ റിഗ്രഷൻ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓൾറെഡിയുള്ള ഫീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്യണം. ഓൾറെഡിയുള്ള ഫീച്ചേഴ്സ് എന്താണ്? ലോഗിൻ ഫംഗ്ഷനാലിറ്റി ഉണ്ട്, ഫേസ്ബുക്കിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും, പേജ് തുടങ്ങാൻ പറ്റും, ആഡ് ഫ്രണ്ട് ചെയ്യാൻ പറ്റും, ചാറ്റ് ചെയ്യാൻ പറ്റും, പോസ്റ്റ് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓൾറെഡിയുള്ള ഫീച്ചേഴ്സാണ്. ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് അതിൻ്റെ എല്ലാവിധ ടെസ്റ്റ് കേസും വെച്ച് ഒന്നും കൂടി ചെയ്യണം റിഗ്രഷൻ ടെസ്റ്റിംഗ്. പക്ഷേ മാനുവൽ ടെസ്റ്റിംഗ് ആകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏറ്റവും റിസ്കി എലമെൻറ്റ്സ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ചെയ്തു പോകും. അതുകൊണ്ട് എന്താണ്, അപ്പോൾ അത്രയും സ്കോപ്പേ നമ്മൾ ടെസ്റ്റിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളത് ഒരു പോരായ്മയായി മാറുകയാണ്. ഓക്കെ, അതേസമയം ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണെങ്കിൽ പ്രശ്നമില്ല. നമ്മുടെ ഓൾറെഡി ഈ ലോഗിൻ ചെയ്തതും ഷെയർ ചെയ്യണ ഓപ്ഷനും ആഡ് ഫ്രണ്ട് ചെയ്യണ ഓപ്ഷനും ലൈക്ക് ചെയ്യണ ഓപ്ഷനും ഒക്കെ നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നാലാമത്തെ പോയിന്റ് എന്താണ്? ഡിഫിക്കൽട്ട് ടു മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് മാനുവൽ ടെസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്തു ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്താൽ അത് എത്രത്തോളം കവർ ചെയ്തു, എത്രത്തോളം എക്സിക്യൂട്ട് ചെയ്തു, എത്രത്തോളം എറർ ഉണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ട് കിട്ടുക, ഇത് എത്രത്തോളം നമ്മൾ കവർ ചെയ്തു, എത്രത്തോളം ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ചെയ്തു, എത്രത്തോളം ആപ്ലിക്കേഷൻ ഫംഗ്ഷനാലിറ്റി എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു മെഷർമെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണെങ്കിൽ അതിനെല്ലാത്തിനും കൃത്യമായ റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കും, കൃത്യമായ നമ്പറുകൾ ഉണ്ടായിരിക്കും, കൃത്യമായ മെട്രിക്സ് നമുക്ക് ലഭിക്കും. ലാസ്റ്റ് പോയിന്റ് എന്താണ്? ലിമിറ്റേഷൻ ഇൻ പെർഫോമൻസ് ടെസ്റ്റിംഗ്. അത് തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടായ കാര്യം. നമുക്കറിയാം ഒരു ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസ് ടെസ്റ്റിംഗ്, അതായത് ലോ ടെസ്റ്റിംഗ്, അതുപോലെയുള്ള ടെസ്റ്റിങ്ങുകൾ, പെർഫോമൻസ് അറിയാനുള്ള ലോ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവൽ ടെസ്റ്റിങ്ങിൽ ചെയ്യണമെങ്കിൽ എന്താണ്, ഡിഫറെൻറ്റ് സിസ്റ്റംസിൽ നമ്മൾ ലോഡ് ടെസ്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ്, നമ്മുടെ ഏതൊരു കമ്പനിയുടെ ആയാലും നമുക്ക് നമ്പർ ഓഫ് സിസ്റ്റംസ് ഒരു കമ്പനിയിൽ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ലോ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം ഓട്ടോമേഷനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? JMeter പോലെയുള്ള ടൂളുകൾ ഉപയോഗിച്ച് വെർച്വൽ യൂസേഴ്സിനെ എത്ര വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മൾ മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ
മെയിൻ ഡ്രോബാക്സ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ടെക്നെറ്റ് ബൈറ്റ്സ്.